ഗോപാൽസ്വാമിപേട്ടയിൽ പോകാൻ നിൽക്കുകയാണ്. ഞാനും നമ്മളെ ചങ്ക് ജിത്തും കൂടി ഉണ്ട്. അപ്പോൾ ശേഷം അവിടേക്ക് പോകുന്ന വഴിയും എല്ലാം കാണിച്ചു തരാം. സീരിയസ്ലി ഗൈസ്, ഇത് നമ്മളെ ഊട്ടി റോഡ്, ഗുണ്ടൽപേട്ട വഴി ഊട്ടി ആ റോഡിലേക്ക് വരുമ്പം അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഗോപാൽസ്വാമിപേട്ട എന്നുള്ളൊരു ബോർഡ് കാണാം. ആ വഴിക്ക് കയറുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. അത് ആ മലേൻ്റെ മുകളിലേക്കാണ് പോകേണ്ടത്. ആ മലേൻ്റെ മുകളിലാണ് ഗോപാൽസ്വാമിപേട്ടയുള്ളത്. ഗൈസ് ഇത് കണ്ടോ, പിന്നെ ഇവിടെ ഈ ഗോപാൽസ്വാമിപേട്ട ഈ ഭാഗത്തേക്ക് പോകുമ്പം സ്ഥിരമായിട്ട് കാണുന്ന പരിപാടിയാണ്. ഈ റോഡിൻ്റെ നടുവ് കൂടെയാണ് പശു, ആട് എല്ലാം ഉണ്ടാവും. നമ്മളങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി വെച്ച് പോകേണ്ടി വരും. ശ്രദ്ധിച്ച് പോകണം, ആരും നല്ല സ്പീഡിലൊന്നും പോകരുത് കേട്ടോ. മാത്രമല്ല പിന്നെ ആ പോകുന്ന വഴിയിൽ എല്ലാവരും ഫാമിലിയായിട്ട് വന്നിട്ട് എല്ലാവരും തണലത്തിരുന്ന് ഭക്ഷണം കഴിച്ച് ചുറ്റും കൂടി ഇരുന്ന് കഴിച്ച് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ആ ഒരു പരിപാടി കാണാൻ. എന്ന് വെച്ചാൽ നല്ലൊരു കൂട്ടായ്മ. ഇത് ആ മലേൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഗോപാൽസ്വാമിപേട്ടയിൽ നിന്ന് വരുന്ന ബസ്സുകൾ കാണാം കേട്ടോ. നല്ല തിളങ്ങുന്നത് കാണാം. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ കാറ് അങ്ങ് കുറച്ച് മാറ്റി വെച്ചു. ഇതാ ഇവിടെ പാർക്കിംഗ് ഉണ്ട്, പാർക്കിങ്ങിൽ കൊടുത്തില്ല, കുറച്ച് മാറ്റി വെച്ചിട്ട് ഞങ്ങോട്ട് പോന്നു. ഇതാ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഇതാ ഇവിടെ നമ്മളെ ബസ്സുണ്ട്, ഈ ബസ്സിലാണ് കയറേണ്ടത്. അപ്പം പിന്നെ അതിൽ ഓൾറെഡി ആൾ ഫുള്ളാവുന്നതനുസരിച്ച് വണ്ടി ഓരോന്ന് വിട്ടുകൊണ്ടേയിരിക്കും. മുകളിൽ നിന്ന് അതേപോലെ തന്നെ വണ്ടികളിൽ ആൾക്കാർ ഫില്ലാകുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 70 രൂപ കേട്ടോ. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 70 രൂപയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബസ് കിട്ടിയത് നമുക്ക്. നല്ല ബസ്സാട്ടോ, നല്ല സീറ്റിങ്ങും ഇവിടത്തേക്ക് വേണ്ടിയിട്ട് തന്നെ പുതിയ കൊണ്ടുവന്ന ബസ്സാണ്. അടിപൊളി സീറ്റിങ്ങും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോവാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാ ഫുള്ളാണ് കേട്ടോ. ഇത് നമ്മൾ ബസ്സിൽ പോകുമ്പോഴുള്ള വ്യൂ കേട്ടോ. നല്ല ഹൈറ്റിൽ നിന്നാണ് താഴേക്കുള്ള വ്യൂ ആണ്. അപാര ഭംഗിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല ഭംഗിയാണ്. നേരിട്ട് പോകണം. ആ കാണുന്നൊക്കെ ഫുള്ള് ഫോറസ്റ്റാണ്, വലിയ വലിയ മരങ്ങളാണ്. നമ്മൾ ഈ ലോങ്ങിൽ നിന്നാണ് ഇത് പിന്നെ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു ഇത് കിട്ടാത്തത്. അതുമാത്രമല്ല ഇവിടത്തേക്കുള്ള റോഡ് ഇടുങ്ങിയ റോഡാട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വീതി ഉള്ളത്. അപ്പം പിന്നെ ഒരു ബസ് വരികയാണെങ്കിൽ പിന്നെ ചിലപ്പം നമ്മൾ പോകുന്ന ബസ് റിവേഴ്സ് എടുക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബസ് റിവേഴ്സ് എടുത്ത് പോകും. അങ്ങനെയൊക്കെ നല്ല കൺജസ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്, എങ്കിലും അടിപൊളി പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ബസ് നമ്മുടെ സ്പോട്ടിലെത്തി, തിരിച്ച് നിർത്തി. അപ്പം പിന്നെ ഇതുണ്ട്, നല്ല വ്യൂ ആണ്. ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ആൾക്കാർ നിൽക്കുന്നതും നല്ല തണുപ്പും കാറ്റും. നമ്മൾ പോയത് ഭയങ്കര മഞ്ഞുള്ള സമയത്തല്ല, എന്നാലും നല്ല തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഈ പിന്നെ എൻട്രിയാണ്, ഗോപാൽസ്വാമിയിലേക്കുള്ള എൻട്രിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കണ്ട ആൾക്കാർ നിൽക്കുന്ന ഈ എൻട്രിയാണ്. ഇത് ജിത്ത് പോകുന്നുണ്ടില്ലേ, ഈ എൻട്രി നമ്മളവിടെ ചെരുപ്പൂരി വെച്ച് പോവാം. ചെരുപ്പൊന്നും ആരും മോഷ്ടിച്ച് പോകില്ല കേട്ടോ, സേഫായിട്ട് ചെരുപ്പൊക്കെ അവിടെ വെച്ച് പോവാം. പിന്നെ മുകളിലേക്ക് കോൺക്രീറ്റ് വഴിയാണ് കയറി പോവാം. പിന്നെ അങ്ങ് ഇത് കണ്ടോ, ഈ പുൽമേട് കണ്ടോ, നമ്മളെ ഒട്ടക്കുന്ന്, ഭയങ്കര ഭംഗി. അതാ ഇവിടുന്ന് ഞാനിപ്പോൾ സൂം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. ഇവിടെ മാനുകളുണ്ടായിരുന്നു, നല്ല കുറേ മാനുകൾ മേഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫോണിൽ ക്ലിയറായി കിട്ടിയില്ല. അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ മേലേക്ക് പോയി. മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ തിരക്കാണ്, നല്ല തിരക്ക്. പിന്നെ ഭയങ്കര തണുപ്പും കാറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റ്. നല്ല വെയിലുണ്ട്, അതിനനുസരിച്ച് അതിനേക്കാൾ നല്ല തണുപ്പും കാറ്റും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ടൊക്കെ നിറച്ചും ആൾക്കാരുണ്ട് കേട്ടോ. അതുണ്ടോ, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒന്ന് നോക്കി നോക്കും, എന്താ കണ്ടോ, ചുറ്റിനും ഞാൻ എടുത്ത വീഡിയോസാണത്. ഒരുപാട് പേര് വീഡിയോ ഷോർട്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ,
ഒരുപാട് ആൾക്കാർ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബസ് വരൽ. ബസ് ആളെടുത്തിട്ട് പിന്നെ അടുത്ത വന്ന ആൾക്കാർ തിരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കൊണ്ടുവരുമ്പം അവിടുന്ന് കണ്ടോ, ഞാൻ സൂം ചെയ്തിട്ട് അവിടുന്ന് ഒരു ബസ്സിൽ നിന്ന് ആളെ കയറ്റിയിട്ട് അതിങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടേയിരിക്കും. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ട്രിപ്പ് ഇങ്ങനെ ഓരോ ബസ്സുകൾ പോയി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നേരത്തെ അവിടുന്ന് കണ്ട ബസ് അതിപ്പോൾ ഇതിലേ വരും കേട്ടോ. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. അവിടുന്ന് ബസ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വരുന്നുണ്ടാവും കൊമ്പൻ. കർണാടക കൊമ്പനാണിത്. നമ്മൾ കേരള കൊമ്പനല്ല, കർണാടക കൊമ്പൻ. ഈ ഭാഗത്തൊക്കെ നിറച്ച ആനകളൊക്കെ വരുന്ന ഏരിയ കേട്ടോ. ഇതാണ് ഫെൻസിങ് വെച്ചതുണ്ടോ. മൊത്തം ചുറ്റിനും ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലൊക്കെ ആനകൾ വരുന്നതാണ്. പിന്നെ ഇതാണ് ഗോപാൽസ്വാമി. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് കയറേണ്ടത് നമ്മൾ. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുത്തു. കുറേ നേരം നിന്ന് അവിടെ കേട്ടോ. നിന്ന് ഇവിടെ ഒരു ക്യൂ ഉണ്ടോ. ഈ ക്യൂവിലിങ്ങനെ നിൽക്കണം. ഞങ്ങൾ വരുമ്പം പിന്നെ ഇതിൻ്റെ എൻട്രീൻ്റെ അവിടെ വരെ ഇങ്ങനെ ചുറ്റിനും ക്യൂ ആയിരുന്നു. അങ്ങനെ ഓരോ ബസ്സുകൾ വരുമ്പോൾ ആൾക്കാർ കുറഞ്ഞ് വന്നു. അങ്ങനെ ഞങ്ങൾ പകുതി എത്തിയപ്പം പിന്നെ ചുറ്റിനും ഒരു വീഡിയോ എടുക്കാമെന്ന് കൂടെ വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലേഡീസിനും ജെൻസിനൊക്കെ വേണ്ടി ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മറ്റുള്ളവരെ വണ്ടി പ്രവേശിപ്പിക്കുന്നതല്ല, പിന്നെ ഈ ഗവൺമെൻറ് ഈ പിന്നെ ബസ്സുകൾ മാത്രം. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഏതൊരു വണ്ടിയും കൂടെ ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പം നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഒരു ജീപ്പുണ്ട്. അതിന് സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീപ്പിൽ വരാൻ പറ്റും. ഫോറസ്റ്റിൻ്റെ ജീപ്പ് തന്നെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വന്ന ബസ്സിലല്ല, വേറെ ഒരു ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കി കേട്ടോ, ഈ വണ്ടിക്ക് പോകാനുള്ള സ്ഥലമല്ല. അപ്പം ബാക്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്ന വണ്ടി അവർ കുറച്ച് താഴെ ഇറക്കി കൊടുത്തു നമ്മളെ വണ്ടിക്ക് പോകാൻ വേണ്ടി. ഇത് ഞങ്ങൾ വന്ന വണ്ടിയാണ് കേട്ടോ, സെയിം വണ്ടി. ആ വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അതൊരു പുതിയ വണ്ടിയായിരുന്നു. പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പഴയ വണ്ടിയാണ് കിട്ടിയത്. ഇവിടുത്തെ വളവൊക്കെ അപാര വളവാട്ടോ, ഭയങ്കര വളവാണ്. വെച്ചാൽ ഒരു ബസ്സിന് കറക്റ്റ് എടുക്കാൻ പറ്റിയ വളവാണ് ഈ വളവ്. പിന്നെ അതിശയം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊരു 3 വണ്ടി ഒരുമിച്ച് വന്ന ഒരു ഇത്. 3 വണ്ടി ഇതാണ്, 3 വണ്ടി. അത് വെച്ചാൽ താഴെയുള്ള ആൾക്കാർ എടുക്കലും നിർത്തി, മുകളിൽ നിന്ന് ആളെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ആ വണ്ടികൾ. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി ഞങ്ങളെ വണ്ടി എടുത്ത് തിരിച്ച് പോകുമ്പോൾ വ്യൂ ആണ് കേട്ടോ ഇത്.